ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കുഞ്ഞു മക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കുഞ്ഞു മക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഇതു പ്രാണവായുവിനായി നടുന്നു, ഇതു മഴയ്ക്കായി തൊഴുതു നടുന്നു, അഴകിനായി തണലിനായി തേൻ പഴങ്ങൾക്കായി ഒരു 100 തൈകൾ നിറഞ്ഞു നടുന്നു. അഴകിനായി തണലിനായി തേൻ പഴങ്ങൾക്കായി ഒരു 100 തൈകൾ നിറഞ്ഞു നടുന്നു. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കുഞ്ഞു മക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇതിനു മുമ്പ് ചെയ്ത ആകാശവിസ്മയം എന്ന വീഡിയോയ്ക്ക് നല്ല പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദിയെ രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ആകാശത്ത് മിക്കവാറുമുള്ള എല്ലാ പ്ലാനറ്റ്സിനെയും കാണുകയുണ്ടായി. അതിൽ മെർക്കുറി, മാർസ്, വീനസ്, ജൂപ്പിറ്റർ, യുറാനസ് എന്നിവയൊക്കെ നമ്മൾ കണ്ടു. എന്നാൽ നമ്മളുടെ ആഗ്രഹം 8 പ്ലാനറ്റ്സിനെയും ഒരേ നേർരേഖയിൽ ഒരേ ദിവസം കാണുക എന്നുള്ളതാണ്. വീനസിനെ പറ്റി പറഞ്ഞാൽ വീനസ് മോർണിംഗ് സ്റ്റാർ, ഈവനിങ് സ്റ്റാർ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. അതിന് കാരണം Venus appears in the eastern sky before sunrise and sometimes it appears in the western sky just after sunset. അതുകൊണ്ടാണ്. എന്നാൽ എൻ്റെ ലൊക്കാലിറ്റിയിലെ ഇപ്പോഴുള്ള അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ അത്ര സുഖകരമല്ല. മിസ്റ്റിയായും ക്ലൗഡിയായും ഒക്കെ ചില ദിവസങ്ങളിൽ കാണപ്പെടുന്നത് കൊണ്ട് എല്ലാം കാണാനായിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ട് എൻ്റെ കൂട്ടുകാർ വിസിബിലിറ്റി ക്ലിയറായി ലഭിക്കുന്നവർ കമൻറ്റ് ബോക്സിൽ കുറിക്കുവാൻ മറക്കരുത്. ഇനി പ്ലൂട്ടോയെക്കുറിച്ച് അല്പം ചില കാര്യങ്ങൾ പറഞ്ഞുകൊള്ളട്ടെ. 2006 വരെ പ്ലൂട്ടോയും നമ്മുടെ പ്ലാനറ്റ്സിൻ്റെ പട്ടികയിലായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. എന്നാൽ 2006 IAU ഇൻ്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിറ്റ് പ്രകാരം പ്ലൂട്ടോയെ ഒരു ഡോർഫ് പ്ലാനറ്റായിട്ട്, അതായത് കുള്ളൻ ഗ്രഹമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിനുള്ള പ്രത്യേക കാരണങ്ങളായിട്ട് പറയപ്പെടുന്നത് പ്ലൂട്ടോ സൂര്യനിൽ നിന്നും ഒരുപാട് ദൂരെ ആയതിനാൽ 248 വർഷമെടുക്കും അതിന് ഒരു പ്രാവശ്യം സൂര്യനെ ചുറ്റാൻ വേണ്ടിയിട്ട് എന്നുള്ളതും, അതുപോലെ അതിന് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഓർബിറ്റ് ഇല്ല എന്നുള്ളതും, അതുപോലെ പ്ലൂട്ടോയുടെ പകുതിയിലേറെ വലിപ്പമുള്ള സാറ്റലൈറ്റ്സ്, ഉപഗ്രഹങ്ങൾ അതിനുണ്ട് എന്നുള്ളതുമൊക്കെയാണ് ഇതിന് കാരണമായി പറയപ്പെടുന്നത്. ഈ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ നിങ്ങൾക്കും കമൻറ്റ് ബോക്സിൽ കുറിക്കാവുന്നതാണ്. ഇതുപോലെയുള്ള വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.